തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം. 2023 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 6018 കോൺഗ്രസ് വോട്ടുകൾ പട്ടികയിൽ നിന്ന് നീക്കി. മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലത്തിൽ 60,000-ത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തു. ഉത്തർപ്രദേശിലും ഹരിയാനയിലും സമാന തട്ടിപ്പുകൾ നടന്നെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. കർണാടകയിലെ ആലന്ദ്, അതുപോലെ മഹാരാഷ്ട്രയിലെ രജുര, ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. അതിന്റെ തെളിവുകളും അദ്ദേഹം നിരത്തിയിരിക്കുന്നു. Gyanesh Kumar is protecting the people who are doing this. That this is being done in a centralized way, this is being done at scale, and this is being done using large resources. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലന്ദിൽ 6000-ത്തിലധികം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തു. ഈ നീക്കം ചെയ്തതെല്ലാം കർണാടകയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്, കോൺഗ്രസ് അനുകൂല വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് ആരോ കടന്നു കയറി ഓട്ടോമേറ്റഡ് രീതിയിൽ ഫയലുകൾ പൂരിപ്പിച്ച്, ഫോമുകൾ പൂരിപ്പിച്ച് ആളുകളുടെ പേരുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ഒരു സാമാന്യ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിലും ഇരട്ടിയിലധികം വേഗത്തിൽ പുലർച്ചെ 4 മണിക്കൊക്കെ എണീറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ്. Mobile numbers from outside Karnataka, from different states were used to delete numbers in Aland. It was done targeting Congress voters, specifically targeting booths where the Congress party was winning. 3 പേരുടെ വിവരങ്ങൾ ഇവിടെ രാഹുൽ ഗാന്ധി കാണിച്ചിരുന്നു. അതിൽ ഒരാളെ നേരിട്ട് ഹാജരാക്കുകയും ചെയ്തു. ഇവരുടെ ഒന്നും അറിവില്ലാതെയാണ് ഈ തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൽ തന്നെ 12, 14, 16 പേരുടെ പേര് വിവരങ്ങൾ, വോട്ടുകൾ ഒരേ നമ്പറിൽ നിന്ന് ഒരേയാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നീക്കം ചെയ്തിരിക്കുന്നു. കർണാടകയിലെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒപ്പം തന്നെ CID അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ തേടി. പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിവരം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കഴിയുന്നില്ല. അത് അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ പുറത്തുവിടണമെന്നുള്ള ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുന്നത്. The CID of Karnataka has sent 18 letters in 18 months. 18 letters in 18 months to the Election Commission. The Election Commission for some very simple facts. എന്താണ് ഹൈഡ്രജൻ ബോംബ് എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം പുറത്ത് വിട്ടിട്ടില്ല. അത് വരും നാടുകളിൽ പുറത്തുവിടും എന്നുള്ള കാര്യം തന്നെയാണ്. ഒപ്പം ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ ആരെന്ന് അദ്ദേഹത്തിന് അറിയാം. അതും വൈകാതെ തന്നെ പുറത്തുവിടുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.